ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജയദേവൻ കൂടി ടെലിഫോൺ ലൈനിൽ. ജയദേവൻ, ബി.ജെ.പിയുടെ നിലപാടാണ് ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയത്. പ്രതിഷേധിക്കും, ഔദ്യോഗികമായി അദ്ദേഹത്തെ ഒരു MLA എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇവിടെ ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പാലക്കാട് വരാൻ പോകാമെന്നുള്ളത്. പക്ഷേ പാലക്കാടിലെ ജനങ്ങളോട് പൊതുവായി മാപ്പ് പറയാൻ രാഹുൽ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. 38 ദിവസം അനാഥമാക്കി കിടത്തിയതാണ്. പാലക്കാട്ടിലെ MLA ഞങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നതിന് പകരം അപമാനം എന്നുള്ളതാക്കി പാലക്കാട്ടിലെ ജനങ്ങളെ ഇത്രയധികം നാണിപ്പിച്ച MLA പൊതുമാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകണം. ഇവരെ കൊണ്ടുവന്ന കോൺഗ്രസ് ജനങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? ഇവരെന്തിനാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് രാഹുലിനെ പുറത്താക്കിയത്? എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇത് വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. പക്ഷേ ഇതിൽ CPIM-ന്റെ നിലപാട് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് തടയാനില്ല എന്നുള്ളതാണല്ലോ ശ്രീ ജയദേവൻ. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരൊരു രാഷ്ട്രീയ നാടകത്തിനാണ് ഇവിടെ കോപ്പ് കൂട്ടുന്നത്. കാരണം രാഹുലിനെ കൊണ്ടുവന്ന് ഇപ്പോ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തുമ്പോൾ KSUവിന്റെ നേതാക്കളാണ്. അപ്പോ പ്രകോപനം സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു സിമ്പതി നേടിയെടുത്ത് രാഹുലിനെ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് കോൺഗ്രസ് ഒപ്പുകൂട്ടുന്നത്. അപ്പൊ അതിൽ വീഴാൻ ഡിവൈഎഫ്ഐ തയ്യാറല്ല. ഡിവൈഎഫ്ഐ ജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാലിന്യത്തെ പാലക്കാട്ടിലെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ച കോൺഗ്രസ് അതിനോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ ഡിവൈഎഫ്ഐ അതിന്റെ പ്രതിഷേധം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുമോ? അതെല്ലാം ധാർമ്മികതയുടെ പുറത്ത് അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ടതായിട്ടുണ്ട്. ഈ നേരം വരെയായി ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും ഇപ്പൊ 24-ന്റെയും മറ്റു ചാനലുകളും എല്ലാം തന്നെ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും അതൊന്നും നിഷേധിക്കാൻ വേണ്ടി രാഹുൽ തയ്യാറായിട്ടില്ലല്ലോ. അതിനെതിരായി ഒരു മാനനഷ്ട കേസ് കൊടുക്കാനെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാൾ എങ്ങനെയാണ് MLA ആയി തുടരുക? അദ്ദേഹം ധാർമ്മികതയുടെ പുറത്ത് രാജിവെക്കാൻ വേണ്ടി തയ്യാറാവണം. വ്യത്യസ്തതയാർന്ന പ്രതിഷേധങ്ങളുമൊക്കെയായി കഴിഞ്ഞ തവണ കണ്ടതാണ്. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഭാഗത്തു നിന്ന് അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാകും പ്രതിഷേധം? ഈ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഡിവൈഎഫ്ഐ ഈ മണ്ഡലത്തിലുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. അതൊരിക്കലും കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സമരങ്ങളേ ആയിരിക്കില്ല. ആ കെണിയിൽ ഡിവൈഎഫ്ഐ വീഴാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിക്കും. രാഹുലിന് വലിയ ജനകീയ പ്രതിഷേധങ്ങളെ നേരിടുന്നതായിട്ട് വരും. വളരെ നന്ദി ശ്രീ ജയദേവൻ പ്രതികരിച്ചതിന്. പ്രതിഷേധമുണ്ടാകും, വലിയ പ്രതിഷേധമുണ്ടാകും. അത് ജനകീയ പ്രതിഷേധം എന്ന തരത്തിലേക്കാകും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുക എന്നതാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ 24-നോട് പറഞ്ഞത്. BJPയുടെ നിലപാടും പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ്. അദ്ദേഹം രാജിവെച്ചൊഴിയണം എന്ന ആവശ്യം BJP ഉന്നയിക്കുമ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത് ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി ആ തീരുമാനം അദ്ദേഹം കൈക്കൊള്ളട്ടെ എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.